Hi friends, Insta Creations by Thahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ആണ് ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, നല്ലൊരു വൈഡ് യു ആണ് കേട്ടോ. നല്ല സ്ക്വയർ എന്ന് പറയാൻ പറ്റത്തില്ല, നല്ലൊരു വൈഡ് യു ആണ് ചെയ്തിരിക്കുന്നത്. അതിലിതുപോലെ കുഞ്ഞു കുഞ്ഞു നമ്മൾ കണ്ട് ഇതുപോലെ സർക്കിൾ ചെയ്തിട്ടുണ്ട് കണ്ടോ. നെക്കിൻ്റെ നമ്മുടെ ഈ ഒരു പോർഷനിൽ 3 സർക്കിൾ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ട് ഇവിടെ സെൻറ്ററിലായിട്ട് ഞാൻ പറഞ്ഞില്ല, 2 സൈഡും 3 സർക്കിൾ ചെയ്തിട്ടുണ്ട്. അതിന് സെൻറ്ററിലായിട്ട് ഇതുപോലെ വലിയൊരു റൗണ്ടിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞ് ഇതുപോലെ സർക്കിൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു റൗണ്ടിനകത്താണ് നമ്മൾ കുഞ്ഞു കുഞ്ഞ് സർക്കിൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സർക്കിൾ ഫുള്ളും നമുക്ക് സീക്വൻസും ഗോൾഡൻ ബീഡും വെച്ച് ഫ്ലവർ ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ വരുന്ന സ്പേസ് ഇല്ലേ, അവിടെ ചെറിയ ചെറിയ ഡോട്ട്സ് കൊടുത്തിരിക്കുന്നില്ലേ, അവിടെ നമുക്ക് കട്ട് ബീഡും കുഞ്ഞു കുഞ്ഞ് റൗണ്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ഗോൾഡൻ ബീഡുമാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വർക്കാണ്, നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നേക്കാൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ നെക്ക് ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ ഒരു ചെസ്റ്റിൻ്റെ ഒരു സെൻറ്ററിൽ ഇതുപോലത്തെ നല്ലൊരു വർക്കും വരും. അതോടൊപ്പം തന്നെ നമ്മൾ കഴുത്തും ഇതുപോലെ കവറായി വരും കേട്ടോ. നല്ലൊരു വർക്കാണ്. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള കട്ട് ബീഡ് വേണം, പിന്നെ ഈ ഗോൾഡൻ റൗണ്ട് ബീഡ് വേണം, പിന്നെ നമുക്കിതുപോലുള്ള സീക്വൻസ് വേണം. പിന്നെ നമ്മൾ നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട്. അപ്പോൾ നീഡിലിനെ കുറിച്ച് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ക്ലാസ്സിൽ ഏതൊക്കെ നീഡിലാണ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഒരു ഡീറ്റെയിൽ ക്ലാസ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. നീഡിലിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണേ. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഗ്രീൻ കളർ ജോർജറ്റ് ആണ്. അപ്പോൾ അതിന് മേച്ചായിട്ടുള്ള ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വർക്കാണ്. അപ്പോൾ നമുക്ക് നേരെ മെറ്റീരിയലിൽ ഇത് പാറ്റേൺ ഡ്രോ ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണാവേ. അതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. ഇനി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കണ്ടല്ലോ, ഇതുപോലെ ഞാനിത് നമ്മുടെ മെറ്റീരിയലിൽ പറഞ്ഞല്ലോ ഗ്രീൻ കളർ ജോർജറ്റ് ആണ്. നമ്മുടെ മെറ്റീരിയലിൽ ഇതുപോലെ ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന സർക്കിളില്ലേ, ഈ സർക്കിളിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ഗോൾഡൻ ബീഡ് ഫിക്സ് ചെയ്യാം. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സീക്വൻസ് വെച്ചെടുക്കാവേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈ റൗണ്ട് ഫുള്ള് നമുക്കിതുപോലെ സീക്വൻസ് നല്ല തിക്കായിട്ട് തന്നെ കൊടുത്തു പോരാം കേട്ടോ. വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഫുൾ റൗണ്ട് നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം സെൻറ്ററിലായിട്ട് നമുക്കൊരു റൗണ്ട് ബീഡ് ഫിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്ത് കുറേ നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ ചെറിയ ചെറിയ സർക്കിളും കൊടുക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ഡോട്ട്സും കൊടുക്കുന്നുണ്ട്. ഈ സർക്കിളിനകത്ത് നമുക്ക് റൗണ്ട് ബീഡ്സും ഇവിടെ നമുക്ക് കട്ട് ബീഡും വെച്ച് ഫില്ല് ചെയ്തെടുക്കാവേ. ഫുള്ളും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ കാണുന്ന എല്ലാ റൗണ്ടിലും ഇതുപോലെ സീക്വൻസും സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ ബീഡും ഫിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല തിക്കായിട്ട് ചെയ്യേണ്ട. നമുക്ക് ഗോൾഡൻ ബീഡ് വെച്ചിട്ട് കുറച്ച് ഏരിയ ഇതുപോലെ ഗ്രീൻ ഷെയ്ഡ് കാണണം. അതുകൊണ്ടാണ് ഇത്രയും റൗണ്ടിന് എടുത്തത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം.
കണ്ടോ? അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഫുള്ളും ഈ സർക്കിളിനുള്ളിൽ ഇതുപോലെ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ, ഒത്തിരി അങ്ങ് തിക്കാക്കണ്ട, അത്യാവശ്യം തിക്കായിട്ട് ഇതുപോലെയുള്ള കട്ട് ബീഡും ഗോൾഡൻ ബീഡ് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ സർക്കിളിൻ്റെ പിന്നെ ഈ പോർഷൻ ഫുള്ളും ഇതുപോലെ സീക്വൻസ് വെച്ച് എടുക്കുക. ഗോൾഡൻ റൗണ്ട് ബീഡ് കൊടുക്കുക. നമ്മുടെ ഈ നെക്കിൻ്റെ 2 സൈഡിലും 3 ഇതുപോലെ റൗണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ ഇതുപോലുള്ള ഈ സീക്വൻസ് വെച്ചിട്ടുള്ള ഫ്ലവർ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാൻ പാടില്ലെങ്കിൽ നമ്മൾ ക്ലാസ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെ സീക്വൻസ് വെച്ച് ഇതുപോലെ റൗണ്ട് ഷേപ്പിന് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്നുള്ളത് ഒന്ന് കയറി കണ്ട് നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. കണ്ടല്ലോ, നമ്മൾ റൗണ്ട് വരച്ചിരിക്കുന്ന പോർഷൻസ് ഫുള്ളും നമ്മൾ സീക്വൻസ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. സെൻറ്ററിലൊരു ഗോൾഡൻ ബീഡും വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന ഭാഗത്ത് നമ്മളിതുപോലെ കട്ട് ബീഡ്സും റൗണ്ട് ബീഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്ലീവിലും ഈ സെയിം വർക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഗ്രീൻ ജോർജറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. എസ്എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.